മാക്രോ എക്കണോമിക്സിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദി ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ മോഡൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എ കമ്പാരിസൺ. ക്ലാസിക്കൽ മോഡൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെയും കെയ്നീഷ്യൻ മോഡൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെയും കമ്പാരിസണാണ്. നമ്മൾ ക്ലാസിക്കൽസിൻ്റെയും കെയ്നീഷ്യൽസിൻ്റെയും എല്ലാം സെപ്പറേറ്റ് പഠിച്ചതാണ് അല്ലേ. ഇനി അതിൻ്റെ കമ്പാരിസണാണ്. അപ്പോൾ അതിൽ 15 കമ്പാരിസൺ പഠിക്കാനുണ്ട്. അതിലത്തെ ഓരോ സെൻറ്റൻസും നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനത് കുറച്ച് പോയിൻറ്റ്സ് ഒരു ക്ലാസ്സിൽ എടുക്കാം, ബാലൻസ് പോയിൻറ്റ്സ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ അതിൽ 15 പോയിൻറ്റ്സിൽ ഫസ്റ്റ് 8 പോയിൻറ്റ്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദി ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ബിലീവ്ഡ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റ് നിലനിൽക്കും എന്നാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ബിലീവ് ചെയ്യുന്നത്. But Keynes said that the equilibrium reach need not be necessarily a state of full employment. Normally it is an underemployment equilibrium position. കെയ്ൻസ് പറയുന്നത് ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുന്നത് ഒരിക്കലും ഫുൾ എംപ്ലോയ്മെൻറ്റ് ആവണമെന്നില്ല, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആവണമെന്നില്ല. ഇറ്റ് ഈസ് ആൻ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ. അത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം പൊസിഷനും ആവാം എന്നാണ് കെയ്ൻസ് പറയുന്നത്. Second one, classical economists believed in the automatic functioning of the economy, that is the policy of laissez-faire. laissez-faire പോളിസിയാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ഫോളോ ചെയ്തത്. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമില്ല, എക്കോണമി ഓട്ടോമാറ്റിക്കായിട്ട് ഫങ്ഷൻ ചെയ്യും എന്നാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ബിലീവ് ചെയ്തിട്ടുള്ളത്. ബട്ട് കെയ്ൻസ് അഡ്വക്കേറ്റഡ് ഫോർ ഇൻക്രീസ്ഡ് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ടു സ്റ്റെബിലൈസ് ദി ഇക്കോണമി, എസ്പെഷ്യലി ഡ്യൂറിങ് എ ഡിപ്രഷൻ പീരീഡ്. കെയ്ൻസ് അഡ്വക്കേറ്റ് ചെയ്തത് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ. കെയ്ൻസ് അഡ്വക്കേറ്റഡ് ഫോർ ഇൻക്രീസ്ഡ് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ. സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ കൂടുതലായിട്ട് ആവശ്യമാണ് എന്നാണ് കെയ്ൻസ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ഡിപ്രഷൻ ടൈമിൽ എക്കോണമിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ആവശ്യമാണെന്ന്. അതായത് പോളിസി ഓഫ് ലേസസ് ഫെയറിനെ കെയ്ൻസ് ഫേവർ ചെയ്തില്ല, കെയ്ൻസ് അതിനെ റിജക്റ്റ് ചെയ്തു. തേർഡ് വൺ, കെയ്ൻസ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് മോർ ജനറൽ ദാൻ ക്ലാസിക്കൽ തിയറി. ക്ലാസിക്കൽ തിയറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെയ്ൻസ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് കുറച്ചുകൂടെ ജനറലാണ്. ക്ലാസിക്കൽ തിയറി വാസ് കൺസേൺ വിത്ത് എ സ്റ്റേറ്റ് ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ് അലോൺ. ക്ലാസിക്കൽ തിയറി കൺസേൺ ചെയ്തത് ഫുൾ എംപ്ലോയ്മെൻറ്റിനെ മാത്രമാണ്. പക്ഷേ കെയ്ൻസ് എക്സാമിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് റേഞ്ചിങ് ഫ്രം അൺഎംപ്ലോയ്മെൻറ്റ് ടു ഫുൾ എംപ്ലോയ്മെൻറ്റ്. പക്ഷേ കെയ്ൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫോക്കസ് ചെയ്തു. അതായത് റേഞ്ചിങ് ഫ്രം അൺഎംപ്ലോയ്മെൻറ്റ് ടു ഫുൾ എംപ്ലോയ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് മുതൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് വരെയുള്ള റേഞ്ച് എല്ലാം തന്നെ കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് മാത്രമേ കൺസേൺ ചെയ്തിട്ടുള്ളൂ. ദെൻ ഫോർത്ത് വൺ, ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ഫേവേർഡ് ദ പോളിസി ഓഫ് വേജ് കട്ട് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള AC പിഗു പറഞ്ഞിട്ടുള്ളത് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വേജ് കട്ട് എന്നുള്ള പോളിസി ഫോളോ ചെയ്താൽ മതി എന്നാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള പിഗു പറഞ്ഞിട്ടുള്ളത്. ബട്ട് കെയ്ൻസ് സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അഡോപ്റ്റ് സച്ച് എ പോളിസി ബോത്ത് തിയററ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി. പക്ഷേ വേജ് കട്ട് പോളിസി തിയററ്റിക്കലിയും പ്രാക്ടിക്കലിയും ഒന്നും തന്നെ അഡോപ്റ്റ് ചെയ്യൽ പോസിബിൾ അല്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. ബട്ട് കെയ്ൻസ് സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അഡോപ്റ്റ് സച്ച് എ പോളിസി ബോത്ത് തിയററ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി. ദെൻ ഫിഫ്ത്ത് വൺ, ക്ലാസിസിസ്റ്റ് ബിലീവ്ഡ് ഇൻ ദി ബാലൻസ്ഡ് ബഡ്ജറ്റ് പോളിസി. ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ഫേവർ ചെയ്തത് ബാലൻസ്ഡ് ബഡ്ജറ്റ് പോളിസിയാണ്. പക്ഷേ കെയ്ൻസ് ഫേവേർഡ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഡ്യൂറിങ് ഡിപ്രഷൻ ആൻഡ് സർപ്ലസ് ബഡ്ജറ്റ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. പക്ഷേ കെയ്ൻസ് ഡിപ്രഷൻ ടൈമിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റും ഇൻഫ്ലേഷൻ ടൈമിൽ സർപ്ലസ് ബഡ്ജറ്റുമാണ് ഫേവർ ചെയ്തത്. പക്ഷേ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് എപ്പോഴും ബാലൻസ്ഡ് ബഡ്ജറ്റ് പോളിസിയാണ് അവർ ബിലീവ് ചെയ്തിട്ടുള്ളത്. ദെൻ സിക്സ്ത് വൺ, classical economists emphasized the importance of saving to achieve economic growth. എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് സേവിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ സേവിങ്ങിന് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിൽ എന്നാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കെയ്ൻസ് അഡ്വക്കേറ്റഡ് പബ്ലിക് സ്പെൻഡിങ് ടു റിമൂവ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ടു അറ്റെയിൻ എക്കണോമിക് ഗ്രോത്ത്. പക്ഷേ കെയ്ൻസ് അഡ്വക്കേറ്റ് എന്താണ്? പബ്ലിക് സ്പെൻഡിങ് ആണ് കെയ്ൻസ് ഫേവർ ചെയ്തത്. അൺഎംപ്ലോയ്മെൻറ്റ് റിമൂവ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനുമായിട്ട് വേണ്ടത് എന്താണെന്നാണ് കെയ്ൻസ് പറയുന്നത്? പബ്ലിക് സ്പെൻഡിങ്, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ. കെയ്ൻസ് അഡ്വക്കേറ്റഡ് പബ്ലിക് സ്പെൻഡിങ് ടു റിമൂവ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ടു അറ്റെയിൻ എക്കണോമിക് ഗ്രോത്ത്.
Then seventh point, classical analysis was based on Say's law of market, that supply creates its own demand. But Keynes stated that in a capitalist economy, the demand creates its own demand. ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ഫേവർ ചെയ്തത് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് ആണ്, അതായത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. പക്ഷേ കെയ്ൻസ് എന്താ ഫോളോ ചെയ്തത്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ കെയ്ൻസ് എന്താ ഫേവർ ചെയ്തത്? ഇനി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഡിമാൻഡ് ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ സപ്ലൈ ആണെന്നാണ് കെയ്ൻസ് പറയുന്നത്. Thus, in contrast to classical emphasis on the supply side, Keynes placed a major emphasis on the demand side. ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് സപ്ലൈ സൈഡിനാണ് ഇമ്പോർട്ടൻസ് നൽകിയത് അല്ലെങ്കിൽ എംഫസൈസ് നൽകിയത്. പക്ഷേ കെയ്ൻസ് എംഫസൈസ് നൽകിയത് ഓൺ ദ ഡിമാൻഡ് സൈഡിനാണ്. അതാണ് ആദ്യത്തെ 7 പോയിൻറ്റ്സ്. ബാക്കിയുള്ള പോയിൻറ്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.